ഹലോ സുഹൃത്തുക്കളെ, മഴ തകർത്ത് പെയ്യുകയാണ്. ഇവിടേക്ക് വന്ന ദിവസം സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും റെഡ് അലർട്ടും സ്കൂൾ അവധിയുമൊക്കെയാണ് നാട്ടിൽ അവസ്ഥ. എങ്ങും വെള്ളം, തോടും പുഴകളും കുളങ്ങളും എന്നു വേണ്ട എല്ലാ ജലസ്രോതസ്സുകളും നിറഞ്ഞു കിടക്കുകയാണ്. എങ്കിൽ പിന്നെ അത്തരമൊരു സ്ഥലത്തേക്ക് തന്നെയാവാം യാത്ര എന്ന് വെച്ചു. ആലപ്പുഴയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അവിടെ സ്ഥിരം പോകുന്നതല്ലേ, അതുകൊണ്ട് യാത്രാവേളയിൽ തന്നെ തീരുമാനം മാറ്റി. ആലുവ കഴിഞ്ഞ് നേരെ വൈക്കം, പിന്നെ കുമരകം വഴി മലരിക്കൽ എത്തി നിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് ശ്രദ്ധയാകർഷിച്ച പ്രദേശമാണിവിടം. മലരിക്കൽ പാടശേഖരങ്ങളിലെ ആമ്പൽപ്പൂ വസന്തം റീൽസുകളിൽ നിരന്തരം കണ്ടുകൊണ്ടിരുന്നു. ആമ്പൽപ്പൂ വസന്തം അങ്ങനെ നേരിൽ കാണാനിടയായി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ എത്തുമ്പോൾ സമയം 9:30 ഏറ്റവും നല്ല സമയം അതിരാവിലെ 6 to 8, പിന്നെ 10 മണി വരെയാണ് ആമ്പൽപ്പൂ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നത്. പ്ലാനിങ്ങോടെയല്ല വന്നത് എന്നതുകൊണ്ട് തന്നെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാലും മോശമല്ല. മഴ അല്പം വിട്ടുനിന്നതുകൊണ്ട് തന്നെ യാത്ര സാധ്യമായി. ഇവിടെ വന്ന് ഒരു വള്ളവുമെടുത്ത് അല്പദൂരം ചുറ്റിക്കറങ്ങി. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത്. അതു നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോയി ആമ്പൽ കൂടുതലുള്ള ഭാഗങ്ങളിൽ നിർത്തി കുറച്ച് ആമ്പലൊക്കെ വെള്ളത്തിൽ നിന്നും പറിച്ചെടുത്ത് ഒരു ഫോട്ടോയും റീൽസുമൊക്കെ എടുത്ത് അല്പസമയം നിന്ന് തിരിച്ചു പോരും. അതാണ് 100 രൂപയുടെ യാത്ര. ഇത് ഒത്തിരി ദൂരം പരന്നു കിടക്കുന്ന ഒരു പാടശേഖരമാണ്. ദൂരേക്ക് പോകാൻ എഞ്ചിൻ വെച്ച വള്ളത്തിന് 2000 രൂപയിലധികമാണ് ചാർജ് ഈടാക്കുന്നത്. ഈ വഴി നേരെ പോയി തിരുവാർപ്പ് എന്ന പ്രദേശത്തെ ആമ്പൽപ്പൂ കാഴ്ചകൾ കണ്ടാണ് വള്ളം തിരിച്ചു പോരുന്നത്. അവിടേക്കാണ് എഞ്ചിൻ വെച്ച വള്ളത്തിൽ 2000 രൂപ കൊടുത്ത് പോകുന്നത്. സമയം കഴിഞ്ഞാലും സന്ദർശകർക്ക് ഒരു കുറവുമില്ല. ഇവിടുത്തെ സമയം പലർക്കും അറിയില്ല. അറിയുന്നവർ നേരത്തെ വന്നാൽ കനത്ത മഴയും, അതുകൊണ്ട് ഫാമിലിയൊന്നും ചിലപ്പോൾ വെള്ളത്തിൽ കയറില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന സന്ദർശകരോട് വള്ളക്കാർ ഇത്ര സമയത്തിനുള്ളിൽ വന്നാലേ നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ സാധിക്കൂ എന്ന് പറഞ്ഞു വിടാറാണ് പതിവ്. ഇത് നെൽകൃഷി നടക്കുന്ന ഒരു പാടശേഖരമാണ്. കൃഷി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതാണ് കാഴ്ച. ഇനി സീസണായി കഴിഞ്ഞാൽ വയലെല്ലാം ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിച്ച് കൃഷി തുടങ്ങും. ആകാശം ചെറിയൊരു തെളിച്ചം വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇരുണ്ടു മൂടിക്കിടക്കുകയായിരുന്നു. വള്ളക്കാരൻ ചേട്ടൻ വള്ളത്തിലെ വെള്ളമെല്ലാം പുറത്തേക്ക് കളയുകയാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴവെള്ളം വഞ്ചിക്കകത്ത് എപ്പോഴും കാണും. അങ്ങനെ ഇവിടുത്തെ രീതികളൊന്നും തെറ്റിക്കുന്നില്ല. ഒരു ആമ്പൽപ്പൂ ഞാനും പറിച്ചെടുത്തു. അങ്ങനെ നല്ലൊരു യാത്രാനുഭവം തന്നെയായിരുന്നു. പല തോണിയാത്രകളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി തോന്നിയ യാത്രയായിരുന്നു. വഞ്ചിയാത്രയ്ക്ക് പുറമെ ആമ്പൽപ്പൂ കാണാനും അത് പറിച്ചെടുക്കാനും ചുറ്റുമുള്ള മറ്റു കാഴ്ചകളൊക്കെ കാണാനും സാധിച്ചു. പിന്നെ വലിയ ആഴമൊന്നുമില്ലാത്തൊരു പാടമാണ്. സുരക്ഷിതമായി പോയി വരാവുന്ന നല്ല രസമുള്ളൊരു യാത്ര തന്നെയാണ് മലരിക്കൽ ആമ്പൽ വസന്തം. വഞ്ചി നേരെ കടവിലേക്ക് അടുത്തു. സമയം 10 മണി കഴിഞ്ഞതിനാൽ ആളുകൾ നന്നേ കുറവാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതും ഒരു തടസ്സമാണ്. പ്രത്യേകിച്ച് തോണിയാത്രയാവുമ്പോൾ ആളുകളൊന്ന് മടിച്ചു നിൽക്കും. പെട്ടെന്ന് നല്ലൊരു വെയിൽ വന്നു. അടുത്ത മഴയ്ക്ക് മുന്നോടിയായുള്ളതാകാം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ദൂരേക്ക് പോയ എഞ്ചിൻ വള്ളങ്ങളെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. സമയം കഴിഞ്ഞാലും ഉള്ള കാഴ്ചകൾ കാണാം എന്നും പറഞ്ഞ് ബാക്കിയുള്ള സന്ദർശകരും വഞ്ചിയെടുത്തു ആ വസന്തത്തിലേക്ക് പോയി. ഞാൻ വന്ന ദിവസം ശനിയാഴ്ചയാണ്. ഞായറാഴ്ച തിരക്ക് വർദ്ധിച്ചേക്കാം. ഇവിടുത്തെ മറ്റു കാഴ്ചകളിലേക്ക് പോകാം. ഒരു പഴയ പാലവും തോടും
തോട് നേരെ ഒരു ആറിലേക്കാണ് ചേരുന്നത്. ആറിന്റെ വശത്തെ പാതയിലൂടെ മുന്നോട്ട് നടന്നു. വശത്തായി സന്ദർശകരെ ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു ബോട്ടും കിടപ്പുണ്ട്. സമീപത്തായി കൊച്ചു വള്ളങ്ങളും പുഴക്കരികിലെ വീടുകളും കാണാൻ സാധിക്കും. ചെറിയ തോടുകൾ ചേർന്ന് ഒരു ആറായി മാറുന്ന സ്ഥലമാണിവിടെ. മുൻപിലായി കാണാം തോടിന് കുറുകെയുള്ള ഒരു പാലം. മേൽക്കൂരയുള്ള ചെറിയ ബോട്ടുകളും വള്ളങ്ങളും കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിലൂടെ നേരെ അക്കരയ്ക്ക് കടന്നു. ഇവിടെ എത്തിയാൽ ഒരു ആൽമരവും ഒരു ക്ഷേത്രവും കാണാം. മലരിക്കൽ എത്തുന്ന സന്ദർശകർ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു പോകുന്നുണ്ട്. വഴിയുടെ വശങ്ങളിൽ കൈവരിയില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്നും കുട്ടികളുമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മലരിക്കലിലെ സമീപ ഗ്രാമമായ തിരുവാർപ്പ് എന്ന പ്രദേശത്താണ് എത്തിയത്. ഇവിടുത്തെ ബോട്ട് ചെട്ടിയാണിത്. അവിടുന്ന് പുഴയുടെ സമീപത്തെ നടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. മരച്ചില്ലകളൊക്കെ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. സമീപത്തായി എഞ്ചിൻ വള്ളങ്ങളും നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഇരുകരയിലും ആൾതാമസമുള്ള പ്രദേശമാണ്. വശത്തായി ഒരു വീടും ഉണ്ട്. നേരത്തെ കണ്ട വള്ളത്തിൽ 4 പേർ ചേർന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോവുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ജലപാത കോട്ടയം ആലപ്പുഴ പ്രധാന റൂട്ടാണ്. കോട്ടയത്തു നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന യാത്രാ ബോട്ടാണ് ഈ വരുന്നത്. ഇവിടേക്ക് വാഹനം വരുന്നത് നേരത്തെ കണ്ട ബോട്ട് ജെട്ടിക്ക് സമീപമാണ്. അവിടുന്ന് പിന്നെ സ്വന്തം വള്ളത്തിലാണ് വീടുകളിലേക്ക് പോകുന്നത്. അക്കരെ കടക്കാൻ വള്ളം നിർബന്ധമാണ്. ഈ ജലപാതയിൽ ഇടയ്ക്കിടെ പാലങ്ങൾ വളരെ കുറവാണ്. പ്രധാന സ്ഥലങ്ങളിൽ മാത്രമാണ് പാലമുള്ളത്. ഇവിടുത്തെ ചെറിയ തോടിന്റെ കുറുകെയുള്ള ഒരു നടപ്പാലമാണിത്. പാലത്തിന്റെ പടവുകളിൽ കൂടെ പതിയെ താഴേക്കിറങ്ങി. പരിസരത്തെ തെങ്ങിൻ തോപ്പിലൂടെ അല്പം മുന്നോട്ട് നടന്നു. ഉയരം കുറഞ്ഞ തെങ്ങുകളിൽ നാളികേരമൊക്കെ വിളഞ്ഞു നിൽക്കുന്നത് കാണാം. വലതുവശത്തായി പാടശേഖരമാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഒരു തോടും യാത്രാ ബോട്ട് പോകുന്ന പുഴയും. ഇവിടെ പാലം നിർമ്മിക്കുമ്പോൾ ബോട്ടുകൾക്ക് തടസ്സമില്ലാത്ത ഉയരത്തിൽ വേണം നിർമ്മിക്കാൻ. അതാകും ഇടയ്ക്കിടെ പുഴയ്ക്ക് കുറുകെ നടപ്പാലമൊന്നും കാണാത്തത്. ഗ്രാമത്തിലെ ആകെയുള്ള ചായക്കടയാണിത്. ഉച്ചയൂണിന്റെ സമയമാണ്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞവർക്ക് മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ. ഒത്തിരി പഴക്കം ചെന്നൊരു കടയാണ്. സമീപത്ത് തന്നെയാണ് ചേട്ടന്റെ വീടും. അങ്ങനെ ചായയും പഴംപൊരിയും കഴിച്ച് അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ ദേ ആലപ്പുഴയിലേക്കുള്ള അടുത്ത ബോട്ടും കടന്നുപോയി. ഇവിടെ നിന്നാൽ ഇത്തരം നല്ല കാഴ്ചകളൊക്കെ ധാരാളം കാണാൻ സാധിക്കും. ഇവിടേക്ക് വാഹനങ്ങൾ വരുന്ന വഴിയാണിത്. ഈ അടുത്താണ് ഇവിടെ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള റോഡ് കോൺക്രീറ്റും മറ്റ് ജോലികളും നടന്നത്. ഇടതുവശത്ത് കായലുപോലെ കിടക്കുന്നത് നെൽപ്പാടങ്ങളാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ആമ്പൽപ്പൂ വസന്തം യഥാർത്ഥത്തിലുള്ളത് ഇവിടെ തിരുവാർപ്പിലാണെന്നും നേരത്തെ യാത്രാ ബോട്ട് പോയ പുഴയുടെ അക്കരെ നെൽപ്പാടത്താണ് പ്രധാന സ്ഥലമെന്നും പറഞ്ഞു. മലരിക്കലിൽ നിന്നും 2000 രൂപ കൊടുത്ത് എഞ്ചിൻ വള്ളത്തിൽ കൊണ്ടുവരുന്നത് ഈ പാടത്തേക്കാണെന്നും ഇവിടെ വഴിയില്ലാത്തതിനാൽ സന്ദർശകരാരും തന്നെ ഈ വഴി വരാറില്ല എന്നുമാണ് പറഞ്ഞത്. രണ്ട് വണ്ടി ഒരുമിച്ച് വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഇത്രയും ഭാഗം കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കാനുമുണ്ട്.
തിരുവാർപ്പിൽ നിന്നും കുമരകത്തിനടുത്തുള്ള ഐമനം എന്ന ഗ്രാമപ്രദേശത്താണ് എത്തിയത്. ഇവിടുത്തെ നെൽപ്പാടങ്ങളിൽ ട്രാക്ടറുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. നെൽകൃഷി തുടങ്ങാറാവുമ്പോൾ പാടത്തെ വെള്ളമെല്ലാം പമ്പ് ചെയ്ത് തോടുകളിലേക്കും പുഴകളിലേക്കുമൊക്കെ ഒഴുക്കിവിടും. ഇവിടങ്ങളിലെല്ലാം ഉയരം കുറഞ്ഞ തെങ്ങുകളാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം കള്ള് ചെത്താൻ ഉപയോഗിക്കുന്നവയാണ്. പാടത്തു നിന്നും പുഴയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതും കാണാം. വഴിയരികിൽ ഒരു വള്ളക്കാരനെ കണ്ടു. സാബു എന്നാണ് പേര്. ഈ തോട്ടിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വരാമെന്ന് ചേട്ടനും. അങ്ങനെ ഐമനം ഗ്രാമത്തിലെ തോട്ടിലൂടെ ഞാനും സാബു ചേട്ടനും വള്ളം തുഴഞ്ഞൊരു യാത്ര. എത്ര യാത്ര ചെയ്താലും മടുപ്പ് വരാത്ത യാത്രയാണ് ബോട്ട് യാത്രയും തോണി യാത്രയുമൊക്കെ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കുത്തിക്കുലുക്കങ്ങളോ മറ്റോ ഒന്നും ഇല്ലാത്ത സമാധാനപരമായ യാത്ര. മേൽക്കൂര ഇല്ലാത്ത വള്ളങ്ങളിൽ വെയിലും മഴയും ഉള്ളപ്പോൾ മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. വള്ളം ചെറിയൊരു പാലത്തിനടിയിലൂടെ കടന്നുപോയി. ബൈക്കുകളൊക്കെ തോടിന്റെ ഇരുവശങ്ങളിലേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. പോകുന്ന വഴിയിലെ ഇരുവശങ്ങളിൽ നിന്നുള്ള വീടുകളുടെയും തുടികളുടെയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര തുടരുന്നത്. വീടുകളുടെ മുൻപിലായി സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കൊച്ചു വള്ളങ്ങളും അതുപോലെ സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള ബോട്ടുകളും പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. കോട്ടയം ജില്ലയിലെ വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൂട്ടം ദ്വീപുകളാണ് കുമരകം. ദേശാടന പക്ഷികളുടെ പറുദീസയാണ് ഇവിടം. അതുപോലെ തന്നെ പക്ഷി നിരീക്ഷകരുടെ പ്രധാന ഇടവും കൂടെയാണ്. ഒരു കായൽ തീര സഞ്ചാര കേന്ദ്രം എന്നതിലുപരി കുമരകം സന്ദർശകർക്ക് ഒട്ടേറെ അവിസ്മരണീയമായ അനുഭവങ്ങളും പങ്കുവയ്ക്കും. കോട്ടയം പട്ടണത്തിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായി 14 കിലോമീറ്റർ അകലത്തിലാണ് കുമരകം. സമുദ്രനിരപ്പിന് താഴെയായി കായലിൽ നിരവധി ചെറുദ്വീപുകളുള്ള കുട്ടനാട് എന്ന അത്ഭുത നാടിന്റെ ഭാഗമാണ് കുമരകവും. കണ്ടൽക്കാടുകളുടെയും പച്ചവിരിച്ച നെൽപ്പാടങ്ങളുടെയും കേരനിരകളുടെയും ഇടയിലൂടെയുള്ള മനം മയക്കുന്ന ജലപാതകളാലും അവിസ്മരണീയമായ മനോഹാരിതയുടെ പറുദീസയാണ് കുമരകം. വള്ളക്കാരൻ സാബു ചേട്ടൻ ഒരു എക്സ് മിലിറ്ററിയാണ്. പിന്നെ ഇന്നാട്ടിലെ തുഴച്ചിലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും വിന്നറാവുകയും ചെയ്യുന്നയാളാണ് ഇദ്ദേഹം. ഏകദേശം നമ്മുടെ കുട്ടനാട്ടിലെ തോടുകളിലൂടെയും കനാലുകളിലൂടെയും പോകുമ്പോൾ കാണുന്ന സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. മീനച്ചിലാറിൽ നിന്നും ഈ തോട് വഴി ഒഴുകി വരുന്ന വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. വർഷം പ്രതി 17,000-ത്തിലധികം വിദേശ സഞ്ചാരികളും 30,000-ത്തിലധികം സ്വദേശി സഞ്ചാരികളും ഇവിടെ എത്തുന്നു. കേരളത്തിൽ കണ്ടൽക്കാടുകൾ നിറയെയുള്ള സ്ഥലങ്ങളിലൊന്നാണ് കുമരകം. കായൽ നികത്തി ഉണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ പാടശേഖരങ്ങളും കുമരകത്താണ്. അങ്ങനെ തോട്ടിലൂടെയുള്ള തോണിയാത്ര കഴിഞ്ഞ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ബോട്ട് സാബുചേട്ടൻ്റെ തന്നെയാണ്. അതിൻ്റെ ജോലികൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫിനിഷിംഗ് ജോലിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ സാബുചേട്ടനെ വിളിച്ചുകൊണ്ടുപോകുന്നത്. അങ്ങനെ വള്ളം കരക്കടിപ്പിച്ച് വള്ളത്തിൽ നിന്നും ഇറങ്ങി. ചേട്ടൻ വള്ളവും കൊണ്ട് അല്പം മാറി ബോട്ട് കിടന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇതാണ് ചേട്ടന്റെ വീട്. മുറ്റത്ത് മത്സരത്തിന് കൊണ്ടുപോകുന്ന വള്ളവും കാണാം. പിന്നെ എത്തിയത് കോട്ടയം ആലപ്പുഴ ജലപാതയിലെ ഒരു കാഴ്ചയിലേക്കാണ്.
ഇവിടെ പുഴയ്ക്ക് കുറുകെ ഒരു ബ്രിഡ്ജ് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ബോട്ട് വരുന്ന സമയം പാലത്തിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് ഉയർത്തിവെക്കും. ഈ സംവിധാനം മോട്ടോർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മോട്ടോർ ഇല്ലാതെ കയർ ഉപയോഗിച്ച് ആളുകൾ വലിച്ചു പൊക്കുന്ന പാലവും ഇതേ റൂട്ടിലുണ്ട്. മറ്റൊരു പ്രശ്നം എന്തെന്നാൽ കറണ്ട് ഇല്ലാത്ത സമയം ഈ സംവിധാനം പ്രവർത്തിക്കില്ല. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം കറണ്ടില്ലാത്ത സമയത്ത് യാത്ര തുടരാൻ സാധിക്കാതെ യാത്രക്കാർ ബുദ്ധിമുട്ടിയ സന്ദർഭവും ഉണ്ടായെന്ന് ഓപ്പറേറ്റർ നമ്മളോട് പറഞ്ഞു. കറണ്ടില്ലെങ്കിൽ ബദൽ മാർഗമൊന്നും ഇല്ലതാനും. ഗ്രാമങ്ങളിലെ മറ്റു കാഴ്ചകളിലേക്ക്. പാടത്തു നിന്നും സമീപത്തെ തോട്ടിലേക്ക് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന ഒരു കൂട്ടം താറാവുകൾ. മുൻപിലായി ഒരു പയ്യൻ വലയുമെടുത്ത് തോട്ടിലേക്ക് എറിയാനുള്ള ശ്രമത്തിലാണ്. വേഗം മുന്നോട്ട് നടന്നു. ഒരു കൊച്ചു പയ്യനാണ്. തോട്ടിലും പാടങ്ങളിലും വലയെറിഞ്ഞ് മീൻ പിടിക്കുകയാണ്. ചോദിച്ചപ്പോൾ ചെറുമീനുകളാണ് കൂടുതലും പിടിക്കുന്നത്. ഇവരുടെ തന്നെയാണ് താറാവ് കൂട്ടം. പിടിച്ച ചെറുമീനുകളൊക്കെ അവർക്ക് കൊടുക്കാനാണെന്നാണ് പയ്യൻ പറഞ്ഞത്. ഇരുവശങ്ങളിലും പാടശേഖരങ്ങളാണ്. നടുവിലൂടെ ഒരു തോടും ഒഴുകുന്നുണ്ട്. മഴ ചെറുതായി പെയ്യുന്നുണ്ട്. കനത്ത മഴയ്ക്കുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഏതായാലും ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തിരിച്ചു. ഒരു മണ്ണിട്ട പാതയാണ്. ഈ വഴി നേരെ പോകുന്നത് ഒരു പാടത്തേക്കാണ്. പാടത്തിനോട് ചേർന്നൊരു ക്ഷേത്രവുമുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. എന്നാൽ പാടവരമ്പിൽ മുട്ടിനൊപ്പം വെള്ളമാണ്, യാത്ര സാധ്യമാവില്ല എന്ന് പറഞ്ഞപ്പോൾ മുന്നോട്ടേക്കുള്ള യാത്ര മതിയാക്കി യാത്ര തിരിച്ചു. മഴ പെയ്തതോടുകൂടി വഴിയാകെ മോശമായിരിക്കുകയാണ്. വഴിയോട് ചേർന്നാണ് വീടുകളൊക്കെ ഉള്ളത്. വീടുകൾക്ക് പരിമിതമായ മുറ്റമൊക്കെയുള്ളൂ. തോടിൻ്റെ ഇരുവശങ്ങളിലും വീടുകളാണ്. വഴി നേരെ കോൺക്രീറ്റ് റോഡിലേക്ക് പ്രവേശിച്ചു. ഈ ഭാഗങ്ങളിൽ വീടുകൾക്ക് മുൻപിലൂടെ ചെറുതെങ്കിലും റോഡുള്ളതിനാൽ വള്ളത്തെ ആശ്രയിക്കേണ്ടതില്ല. എന്നാൽ ചിലയിടങ്ങളിൽ റോഡുണ്ടെങ്കിലും വള്ളത്തിൽ പോകുന്നത് ലാഭമെന്ന് പറഞ്ഞവരുമുണ്ട്. ഒരു ഓട്ടോ വിളിച്ച് ടൗണിൽ പോയി സാധനങ്ങൾ വാങ്ങി വന്നാൽ കൊടുക്കുന്ന കാശ് അധികമാണെന്നും സ്വന്തമായി വള്ളമുണ്ടെങ്കിൽ തോടുകളിലൂടെയും അതുപോലെ കനാലുകളിലൂടെയും തോണി തുഴഞ്ഞ് കവലകളിലേക്കും ടൗണുകളിലേക്കും ആദ്യകാലങ്ങളിൽ വള്ളങ്ങളിൽ പോയിരുന്നത് പോലെ തന്നെ ഇപ്പോഴും തുടരുന്നവരാണ് ഭൂരിഭാഗം പേരും. നേരത്തെ പറഞ്ഞ പോലെ മഴ തുടങ്ങി. ഇപ്പോൾ നിൽക്കുന്നത് കുമരകത്തെ ചീപ്പുങ്കലിലാണ്. ഹൗസ് ബോട്ടുകളുടെ പ്രധാന ഹബ്ബാണിവിടെ. കുട്ടനാട്ടിൽ പോയ സമയങ്ങളിലൊന്നും ഹൗസ് ബോട്ടുകളെ വല്ലാതെ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇവിടെ ആലപ്പുഴയിലെ അത്ര തന്നെ ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് ബോട്ടുകളുണ്ടെന്ന് തന്നെ പറയാം. ആലപ്പുഴയിലെ തിരക്കുകളിൽ നിന്നും സ്ഥിരം ആലപ്പുഴ പോകുന്നവർക്കും ഒരു ചേഞ്ച് വേണമെങ്കിൽ കുമരകം തിരഞ്ഞെടുക്കാവുന്നതാണ്. എല്ലാം സമാനമായ കാഴ്ചകളാണെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുമൊക്കെ കാണാം. ഹൗസ് ബോട്ടുകളൊക്കെ മഴ നനഞ്ഞ് നിൽക്കുകയാണ്. വശങ്ങളിലായി പാടശേഖരങ്ങളുണ്ട്. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയത്ത് പച്ച പുതച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളുടെ കാഴ്ച നല്ല ഭംഗിയുള്ളതാണ്. നേരത്തെ കണ്ട വയലുകളൊക്കെ വെള്ളം കയറി കായൽ പോലെ കിടക്കുകയാണ്. ഇവിടങ്ങളിൽ കൃഷി തുടങ്ങിയതാണ്. അതുകൊണ്ട് പുഴയിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. അതാണ് ഇത്ര ഭംഗിയിൽ കാണാൻ സാധിച്ചത്. വയലിന് നടുവിലൂടെ വലിയ ചാലുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ വെള്ളം പുഴയിലേക്ക് ഒഴുകുകയാണ്. ഈ മഴയത്ത് കുടയും പിടിച്ച് ഈ പാടവരമ്പിലൂടെ നടക്കാൻ നല്ല രസമാണ്. മഴയുടെ ശക്തി മനസ്സിലാക്കാൻ കുടയ്ക്ക് മുകളിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം കേട്ടാൽ അറിയാം. ഈ വീഡിയോ എടുക്കുന്ന സമയത്താകെ കുട്ടനാട് ഭാഗത്തൊക്കെ സ്കൂൾ അവധിയാണ്. സാധാരണഗതിയിൽ തന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. പിന്നെ ഇടവേളകളില്ലാതെ മഴ പെയ്താലുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ.
ആലപ്പുഴയ്ക്ക് പോകേണ്ട യാത്ര സമീപത്തുള്ള കുമരകത്തേക്കും പരിസര പ്രദേശങ്ങളിലേക്കും തിരിച്ചത് ഏതായാലും നന്നായി. ഇത്തരം കാഴ്ചകൾ ഇവിടങ്ങളിലുണ്ട് എന്നത് അറിയില്ലായിരുന്നു. വന്നത് വെറുതെയായില്ല. വയലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതൊക്കെ കാണാം. ഹൗസ് ബോട്ടുകളും ശിക്കാര വള്ളങ്ങളും നിർത്തിയിട്ടിരിക്കുന്ന കായലിന് വശത്തുകൂടെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു. കൊച്ചു വള്ളങ്ങളിലെല്ലാം മഴവെള്ളം കെട്ടി നിൽക്കുകയാണ്. ഹൗസ് ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അക്കരെ നിരനിരയായി തെങ്ങുകളും പുറകിലായി നെൽപ്പാടത്തിന്റെ കാഴ്ചകളും കാണാം. കുമരകം വൈക്കം റൂട്ടിലെ ഒരു പാലമാണ് കാണുന്നത്. താഴെയായി ശിക്കാര വള്ളങ്ങളും സഞ്ചാരികളെ കൊണ്ടുപോകുന്ന മറ്റു ബോട്ടുകളുമൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതും കാണാം. മറുവശത്തേക്ക് വന്നാൽ മഴയായതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടുകളും വള്ളങ്ങളുമൊക്കെ മൂടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ കണ്ട പാലത്തിന് മുകളിലൂടെ നടന്നു പോകുമ്പോഴുള്ള കാഴ്ചകളാണിത്. അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതും ഇതാണ്. ഇവിടെ പുഴയോട് ചേർന്ന് ഒരു സ്കൂളുണ്ട്. അതിൻ്റെ മുൻപിൽ കൂടെയുള്ള വഴിയാണ് ഈ പോകുന്നത്. ചെറിയ പാലവും കടന്ന് മുന്നോട്ട് നടന്നാൽ സ്കൂളിൻ്റെ മതിൽ കാണാം. സ്കൂളിൻ്റെ മതിലിൽ പെയിന്റിംഗ് ചെയ്തതുപോലും ഹൗസ് ബോട്ടും യാത്രാ ബോട്ടുകളുമാണ്. സ്കൂളിൻ്റെ ഗേറ്റിന് സമീപം പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ചേമ്പിലയിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ കാണാം. ഗേറ്റും അതുപോലെ ABM UP സ്കൂൾ കുമരകം എന്ന ബോർഡും കാണാം. സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കുട്ടികൾ കാണുന്നത് തന്നെ പുഴയും ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകളുടെയൊക്കെ കാഴ്ചകളാണ്. ഇപ്പോൾ നടന്നു പോകുന്നത് കുമരകം ബോട്ട് ജെട്ടിയിലൂടെയാണ്. പാതയുടെ ഓരം ചേർന്ന് വള്ളങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പാലത്തിന് മുകളിലേക്ക് വന്നപ്പോൾ താഴെ ജെട്ടിയിലേക്ക് ആലപ്പുഴയിലെ മുഹമ്മയിൽ നിന്നും കുമരകത്തേക്കുള്ള യാത്രാ ബോട്ട് വന്നു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അക്കരെയുള്ള കടകളും വീടുകളുമാണ് കാഴ്ചയിൽ. യാത്രാ ബോട്ട് ഇവിടെ വരെയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു KSRTC ബസ്സൊക്കെ തിരിച്ചെടുക്കുന്നത് പോലെ ബോട്ട് തിരിച്ചെടുത്ത് ജെട്ടിയിലേക്ക് അടുപ്പിച്ചു. കാത്തുനിന്ന യാത്രക്കാരെയും കൊണ്ട് ബോട്ട് നേരെ മുഹമ്മയിലേക്ക് പോകും. ഇനിയുള്ള കാഴ്ചകൾ കുമരകം ടൗണിന്റെ പരിസരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇടതുവശത്തായി കാണുന്നത് ഒരു സ്കൂൾ കെട്ടിടമാണ്. മഴ പെയ്ത് തോർന്ന നേരമായിരുന്നു. വലതുവശത്തായി ഒരു തോട് ഒഴുകുന്നത് കാണാം. തോടിനപ്പുറത്ത് കുമരകം ടൗണിലൂടെ പോകുന്ന കോട്ടയത്തേക്കുള്ള പാതയാണ്. അപ്പോഴാണ് മീൻപിടുത്തം കഴിഞ്ഞ് വലയിൽ നിന്നും മീനുകളെയൊക്കെ വേർപെടുത്തുന്നത് കണ്ടത്. ഇന്ന് പിടിച്ചുകൊണ്ടുവന്ന മീൻ വാങ്ങാൻ വന്നയാളാണ് ഇടതുവശത്ത് നിൽക്കുന്നത്. തോടിന് കുറുകെയുള്ള ഒരു നടപ്പാലവും കാണാം. മുന്നോട്ട് നടക്കുമ്പോൾ ഒത്തിരി പഴക്കം ചെന്ന ഓടുമേഞ്ഞ കെട്ടിടങ്ങളൊക്കെ കാണാനിടയായി. ടൗണിൽ പാലത്തിന്റെ പണികൾ നടക്കുന്നതിനാൽ ചെറിയ രീതിയിൽ തിരക്കനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സുകളെല്ലാം തന്നെ പണി നടക്കുന്നതിൻ്റെ ഭാഗത്തായി നിർത്തിയിട്ടിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ചെറിയ റോഡുകൾ വഴി തിരിച്ചുവിടുന്നത്. തോടിന് കുറുകെ ടൗണിലേക്കുള്ള നടപ്പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. ജലഗതാഗതവും റോഡ് ഗതാഗതവും ഒരുമിച്ച് കാണാൻ സാധിക്കും. ചില ഭാഗങ്ങളൊക്കെ ആലപ്പുഴയ്ക്ക് സമാനമായ കാഴ്ചകളാണ് നൽകുന്നത്. കുമരകം ടൗണിൽ നിന്നും തിരിച്ചു നടന്നു. ഇവിടെ മലരിക്കലിനടുത്ത് പഞ്ചായത്തിന്റെ കടത്തുവള്ളമുണ്ട് എന്നും അത് അക്കരയ്ക്ക് കടക്കാൻ ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കാറുണ്ടെന്നും കേട്ടു. എന്നാൽ അത് കണ്ടുകളയാമെന്ന് വെച്ചു. കടവിന്റെ ഭാഗത്തേക്കായി ആറിന്റെ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കൂടെ മുന്നോട്ട് നടന്നു.
പോകുന്ന വഴിയിലൊന്നും ഒരാളെ പോലും കാണാനില്ല. അപ്പോഴാണ് കൂട്ടിനായി നല്ല കനത്ത മഴ എത്തിയത്. ആറിൻ്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് ഒരു വള്ളം പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. വള്ളം നിറയെ വെള്ളമാണ്. മഴ നിൽക്കാതെ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുമോ എന്നറിയില്ല. അവിടുന്ന് മുന്നോട്ട് നടന്നു. കടവ് എവിടെയാണെന്ന് ചോദിക്കാൻ പോലും ആരെയും കാണാനില്ല. വീടുകൾ വളരെ കുറവാണ്. ഉള്ള വീട്ടിൽ ആളുകളുമില്ല. ഇവർക്കൊക്കെ ഒത്തിരി ദൂരം നടന്നു വേണം റോഡിനടുത്തെത്താൻ. ഇവിടെ വീടുകൾക്ക് മുൻപിൽ വള്ളമൊന്നും കാണുന്നില്ല. ചിലപ്പോൾ വീട്ടുകാർ തന്നെ വള്ളമെടുത്ത് പുറത്തു പോയതാവാം. മഴയ്ക്ക് ഒരു ശമനവുമില്ല. തകർത്ത് പെയ്യുകയാണ്. ഏതായാലും കുറച്ചു ദൂരം കൂടെ മുന്നോട്ടേക്ക് നടക്കാം എന്ന് വെച്ചു. ഇനി കടവ് എത്തിയാലും ഈ കനത്ത മഴയിൽ വള്ളമെടുക്കുമോ എന്നറിയില്ല. ഇവിടെ ആവാനാണ് സാധ്യത. ഒരു 3 ആറുകൾ ചേരുന്ന ജംഗ്ഷനാണ്. ഇനി വഴിയുള്ളത് ഒരു തെങ്ങിൻ തോപ്പിലൂടെയാണ്. ഏതായാലും അല്പദൂരം കൂടെ മുന്നോട്ടേക്ക് നടന്നു. മുൻപിലായി ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ഒരു പോസ്റ്റ് കണ്ടു. ഇത് എന്തിൻ്റെയെങ്കിലും അടയാളമാണെന്നോ എന്നറിയില്ല. ഇനി കടവ് കണ്ടാലും വള്ളം കിട്ടിയാലും ഈ കനത്ത മഴയിൽ തോണി തുഴഞ്ഞ് അക്കരയ്ക്ക് കടക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. തൽക്കാലം നടത്തം മതിയാക്കി തിരിച്ചു നടന്നു. വരുന്ന വഴിയിലെ കാഴ്ചകളും മഴയും ആസ്വദിച്ച് നേരെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഇരുവശങ്ങളിലും വിശാലമായി പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. കായൽ പോലെ വെള്ളമാണ് വയലുകളിൽ. ഈ മണ്ണിട്ട പാതയിലൂടെ മുന്നോട്ടേക്ക് നടന്നു. ഇവിടെ എത്തിയപ്പോൾ മഴ കുറഞ്ഞു. ആകാശം അല്പം തെളിച്ചം വച്ചു. കുറച്ചു ബൈക്കുകളും കാറുകളും ഇതിലൂടെ വരുന്നത് കണ്ട് കയറിയതാണ്. നെൽപ്പാടത്തു നിന്നും കയറി വരുന്ന ട്രാക്ടർ. അവിടെ നിന്നും നേരെ എത്തിയത് കുമരകം ബോട്ട് ജെട്ടിയിലാണ്. നേരത്തെ വന്ന സ്ഥലമായിരുന്നു. ഇത്തവണ വെറുതെയല്ല, ബോട്ടിൽ കയറാനാണ് തീരുമാനം. നേരത്തെ സമയം നോക്കി വച്ചതായിരുന്നു. ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ബോട്ടിൽ ബൈക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ ജെട്ടിയിലെത്തി. ബോട്ടും വന്നു. കായലിൽ ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ടൈമിംഗ് ആണ്. ഒരേ സമയം 8 ഇരുചക്ര വാഹനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. ബോട്ടിനകത്തേക്ക് കയറി. ഇതാണ് അകത്തെ കാഴ്ചകൾ. നേരെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇതാണ്. അടുത്ത മഴയ്ക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അക്കരെയുള്ള വീടുകളൊക്കെ കാണാം. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബുക്കുകളൊക്കെ വായിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ബോട്ട് പോകാനുള്ള സമയമായി. വാതിലുകളെല്ലാം അടച്ചു. കുമരകത്തു നിന്നും ആലപ്പുഴയിലെ മുഹമ്മയിലേക്കുള്ള ബോട്ട് യാത്ര ആരംഭിച്ചു. ഈ ഒരു ട്രിപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ കുമരകത്തു നിന്നും വിട്ടാൽ ആലപ്പുഴയിലെ മുഹമ്മയിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ എന്നതാണ്. പോകുന്ന വഴിയിലെ കായലിനോട് ഓരം ചേർന്നുള്ള വീടുകളുടെ കാഴ്ചകളും അവയുടെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ചെറുവള്ളങ്ങളുമൊക്കെ കാണാം. കോട്ടയം ആലപ്പുഴ റൂട്ടിൽ ഇതുപോലെ ബൈക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഇല്ല. കുറച്ചു ദൂരം മാത്രമേ ഇനി ഇത്തരം കാഴ്ചകൾ കാണാനാവൂ. അല്പം ദൂരം കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിലേക്ക് കടക്കും. പിന്നെ വിശാലമായി കടല് പോലെ കിടക്കുന്ന കായലിൻ്റെ കാഴ്ച മാത്രമാവും. അതാണ് ഇടയിൽ മറ്റ് സ്റ്റോപ്പുകളൊന്നും ഇല്ലാത്തത്. പിന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അടുത്ത മഴ ഇങ്ങടുത്തു എത്തിയെന്നാണ് തോന്നുന്നത്. കുമരകത്തു നിന്നും ആലപ്പുഴയിലേക്ക് റോഡ് മാർഗം പോകണമെങ്കിൽ തണ്ണീർമുക്കം ബണ്ട് റോഡ് വഴിയാണ് പോകേണ്ടത്. സ്ഥിരമായി ജോലിക്ക് പോകുന്നവർക്കും വരുന്നവർക്കും ഈ ബോട്ട് സർവീസ് സഹായകരമാവും. ബോട്ടിനെ മറികടന്ന് ഒരു വലിയ ഷിക്കാർ വള്ളം കടന്നുപോയി. ഇടതുവശത്തേക്ക് മാറിയിരുന്നപ്പോൾ ഹൗസ് ബോട്ടുകളൊക്കെ ഓരം ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം.
അങ്ങനെ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. മഴ തുടങ്ങി. ചെറുതൊന്നുമല്ല, നല്ല കനത്ത മഴ തന്നെ. കൂടെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാറ്റും. നേരം ഇരുട്ടി തുടങ്ങുകയും ചെയ്തു. അരമണിക്കൂർ ഇനിയും ബോട്ടിലിരിക്കണം. കാഴ്ചകൾ കാണാൻ വന്നവർ മാത്രമേ ബോട്ടിലുള്ളൂ. ബോട്ടിലെ ജീവനക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ബോട്ട് എടുക്കുന്നതിന് മുൻപാണ് കാറ്റും മഴയും വന്നതെങ്കിൽ കാറ്റും മഴയും ശമിച്ചതിന് ശേഷം മാത്രമേ ബോട്ട് എടുക്കൂ എന്നാണ്. ബോട്ടിനകത്തേക്ക് നല്ല രീതിയിൽ തന്നെ മഴവെള്ളം അടിച്ചു കയറുകയാണ്. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കടലിലൂടെയാണോ കായലിലൂടെയാണോ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും വിൻഡോകളൊക്കെ അടച്ച് ഇരിപ്പാണ്. എല്ലാ ജീവനക്കാരും ചേർന്ന് ഓടിക്കുന്നയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഏതായാലും ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലെ ഒരു യാത്ര. ഭയപ്പാടോടെയാണ് അരമണിക്കൂർ തള്ളി നീക്കിയത്. അങ്ങനെ സുരക്ഷിതമായി മുഹമ്മയിൽ എത്തിച്ചേർന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.